ഹലോ. ഇത് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് ഡി ബി എം എസിൻ്റെ യൂണിറ്റ് 5 മൊഡ്യൂൾ 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ മൊഡ്യൂൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന് ട്രാൻസാക്ഷനും അതേപോലെ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ്, അസറ്റ് പ്രോപ്പർട്ടീസ്, അതേപോലെ എന്താണ് ട്രാൻസാക്ഷനും അതും ഒക്കെ തമ്മിൽ, വാട്ട് ഈസ് ട്രാൻസാക്ഷൻ ആൻഡ് ഓൾ ദീസ് തിങ്സ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് വിത്ത് SQL ആണ്. അതിൽ നമ്മൾ SQL ലാബ് ചെയ്തപ്പോൾ കുറേ ക്വയറീസ് വെച്ചിട്ട് മാത്രമാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഒരു PLSQL എന്ന് പറയും, പ്രോഗ്രാംഡ് വേർഷൻസ് ആണ് SQLൻ്റെ. ചെറിയ ചെറിയ പ്രോഗ്രാമും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റും EFLസും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും അങ്ങനത്തെ ലൂപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്, രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസാക്ഷനും അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും കൺകറൻസി കൺട്രോളും അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ട്രാൻസാക്ഷൻ എന്ന് നോക്കാം. സോ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ മീനിങ് തന്നെ എന്തെങ്കിലും ഒരു ഇടപാട് നടക്കുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പം ഡാറ്റാബേസിൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ലോജിക്കലി റിലേറ്റഡ് ഓപ്പറേഷൻസ്. അപ്പം ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സിംഗിൾ ടാസ്ക് അല്ല, ഒരു നമ്പർ ഓഫ് ടാസ്ക് കൂടിയിട്ടാണ് ഒരു ട്രാൻസാക്ഷൻ ഫോം ചെയ്യുക. എ ഗ്രൂപ്പ് ഓഫ് ടാസ്ക് ആണ്. അപ്പം നമ്മൾ പറയുന്ന എക്സാമ്പിൾ, ഒരാളെ ഒരു എന്ന് ബിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക, ഒരു മണി ട്രാൻസ്ഫർ ചെയ്യുക വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു സീരീസ് ഓഫ് സെറ്റ് ഉണ്ട്, അല്ലെ, ഓപ്പറേഷൻസ് ഉണ്ട്. ആദ്യം എൻ്റെ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കണം. അത് നമ്മൾ എത്രയാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ എമൗണ്ട് കുറക്കണം, പുതിയ ബാലൻസ് അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ പോയെന്ന് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ട് ബീൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കണം, അത് ആഡ് ചെയ്യണം, സം ചെയ്തിട്ട് അയാളുടെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണം, ബീൻ്റെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണം. ഈ ഒരു എൻ്റയർ പ്രോസസ്സാണ് ഒരു ട്രാൻസാക്ഷൻ. സോ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ടാസ്ക് ആണ്. സോ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഓഫ് ടാസ്ക്. So it is as ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ, a transaction is an action or series of action. It is performed by a single user to perform operations for accessing content of the database. So ഈ ട്രാൻസാക്ഷൻ്റെ സമയത്ത് ഈ യൂസർക്ക്, ആരാണോ ട്രാൻസാക്ഷൻ നടക്കുന്ന യൂസർ, ഡാറ്റാബേസ് യൂസർക്ക്, അയാൾക്ക് ഈ ഡാറ്റാബേസിലെ കണ്ടന്റ് മുകളിൽ ആക്സസ് ഉണ്ട്. അയാൾക്ക് റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും നടത്താനുള്ള പെർമിഷൻസ് ഉണ്ടാവും. ഓക്കെ, ഒന്നുകൂടി ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനേഷനിൽ നോക്കാം നമുക്ക്. എ ട്രാൻസാക്ഷൻ ഈസ് എ സിംഗിൾ ലോജിക്കൽ യൂണിറ്റ് ഓഫ് വർക്ക് വിച്ച് ആക്സസ് ആൻഡ് പോസിബിളി മോഡിഫൈ ദ കണ്ടന്റ് ഓഫ് എ ഡാറ്റാബേസ്. അപ്പം ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ലോജിക്കൽ യൂണിറ്റ് ഓഫ് വർക്ക് വിച്ച് അത് എന്തൊക്കെ പെർമിറ്റ് ചെയ്യും, ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും, പ്ലസ് പോസിബിളി ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്താനുള്ള പെർമിഷൻസ് ഉണ്ടാവും. അപ്പം ആക്സസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷൻസ് ഒരു ട്രാൻസാക്ഷനിൽ ഒരു യൂസർക്ക് കിട്ടും. സോ ഇത് യൂഷ്വലി നമുക്കറിയാം, ഈ ആക്സസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനുള്ള ഓപ്പറേഷൻസ് ആണ് റീഡും റൈറ്റും. റീഡ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രമാണ്. റൈറ്റ് ചെയ്യുക പറഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള പെർമിഷൻസുമാണ്. സോ ട്രാൻസാക്ഷൻ ആക്സസ് ഡാറ്റ യൂസിങ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് ട്രാൻസാക്ഷൻ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു എക്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വൈൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 800 rupees നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞു അതിനൊരു സീരീസ് ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ടാസ്ക് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അവിടെ നിന്നാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അയാളുടെ ബാലൻസ് എത്രയാണ് ചെക്ക് ചെയ്തു. സോ അയാളുടെ ബാലൻസ് എത്രയാണ് ചെക്ക് ചെയ്തു. അതിനുശേഷം അയാളുടെ ബാലൻസ് നമുക്ക് എത്രയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ എമൗണ്ട് നമ്മൾ റിഡ്യൂസ് ചെയ്തു, മൈനസ് ചെയ്തു. 800 ആണ്, അത് മൈനസ് ചെയ്തു. അയാളുടെ ബാലൻസ് നമ്മൾ 800 കുറച്ചിട്ടുള്ള ബാലൻസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. അത് നമ്മളെന്ത് സേവ് ചെയ്തിട്ട് അയാളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇതേ സാധനം വൈൻ്റെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ വൈൻ്റെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം, അയാളുടെ ബാലൻസ് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് അയാളുടെ ബാലൻസിൻ്റെ കൂടെ ഈ ഇപ്പം ക്രെഡിറ്റ് ആയ 800 എക്സിൽ നിന്ന് ഇങ്ങോട്ട് ക്രെഡിറ്റ് ആയ എക്സ് 800 നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. എന്നിട്ട് അയാളുടെ ബാലൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്യും, ഇത് ക്ലോസ് ചെയ്യും. സോ ഇത്രയും ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് കൂടിയിട്ടാണ് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം എന്താണ് ഒരു ട്രാൻസാക്ഷൻ എന്നാണ് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ അടക്കം ഇവിടെ ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, അല്ലേ? സോ എ ട്രാൻസാക്ഷൻ ഈസ് എ ലോജിക്കലി റിലേറ്റഡ് ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഓഫ്
tasks. Hope it is clear. അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ എടുക്കാം. എന്താ ട്രാൻസാക്ഷൻ മനസ്സിലായി വിചാരിക്കുന്നു. ഇത് മനസ്സിലായതേ ഉള്ളൂ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ട്രാൻസാക്ഷൻ എന്താണ്, അതേപോലെ ഇതിന് കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തൊട്ട് മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് എസ്സേയും എസ്സേയും വൺ വേർഡിലൊക്കെ ഈ ഒരു ഭാഗം ഉണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്ത് നല്ലപോലെ മനസ്സിലാക്കാൻ ഈസിയാണ്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലാക്കാൻ. ഓക്കെ, നമുക്ക് ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസിലേക്ക് നോക്കാം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിന് നമ്മൾ അസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടി നമ്മൾ അസിഡ് പ്രോപ്പർട്ടീസ് എന്നും പറയാറുണ്ട്. ഓക്കെ, രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് ഓർ അസിഡ് പ്രോപ്പർട്ടീസ്. എന്താണ് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞു. ഇപ്പം ഈ ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അത് സ്ഥിരതയുള്ളൊരു ട്രാൻസാക്ഷൻ, അത് പെർഫെക്റ്റ് ആയിരിക്കണം. അതിൽ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാകരുത്. അങ്ങനെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ട്രാൻസാക്ഷൻ പക്ക പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ആ പ്രോപ്പർട്ടീസാണ് ഈ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. മെയിൻലി 4 പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഓക്കെ, ഇറ്റ് ഹാസ് 4 പ്രോപ്പർട്ടീസ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. These are used to maintain consistency in database before and after the transaction. So നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ മൊത്തം ഡാറ്റാബേസ് കൺസിസ്റ്റൻറ്റ് ആയിരിക്കണം, സ്ഥിരത ഉണ്ടാവും ഡാറ്റാബേസിൽ. അല്ലെങ്കിൽ കണ്ടന്റിന് സ്ഥിരത ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ XYക്ക് 800 rupees 800 രൂപ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ X 800 അയച്ചു, Yയിൽ 800 ക്രെഡിറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. അതല്ല, ഈ എക്സിൻ്റെ അക്കൗണ്ടിൽ 800 കുറഞ്ഞു, Yയുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ അയച്ചത്, അവിടെ 500 ക്രെഡിറ്റ് ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. സോ ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതുണ്ടാകരുത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 4 പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് ആർ ഫസ്റ്റ് വൺ അറ്റോമിസിറ്റി. ഈ അസിഡ് പ്രോപ്പർട്ടിയിലെ എ ആണ് അറ്റോമിസിറ്റിൻ്റെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ എ, അറ്റോമിസിറ്റി. രണ്ടാമത്തത് കൺസിസ്റ്റൻസി, സി. ആൻഡ് അസിഡിലെ ഐയിൽ പറയുന്നത് ഐസൊലേഷൻ, ആൻഡ് ഡി ഡ്യൂറബിലിറ്റി. സോ ഈ 4 വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂടിയിട്ടാണ് ഈ അസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം ചോദിക്കുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിരിക്കും. വൺ വേർഡ് ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്താനായിരിക്കും, അല്ലെങ്കിൽ മാർക്കിനനുസരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. Okay, so atomicity, consistency, isolation and durability, acid property or transaction property. രണ്ട് രീതിയിൽ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതെന്താണെന്നുള്ളത് അസിഡ് പ്രോപ്പർട്ടീൻ്റെ എക്സ്പാൻഷൻസ്: atomicity, consistency, isolation and durability. സോ ഒരു ബ്രീഫായിട്ട് നമുക്ക് ഈ അസിഡ് പ്രോപ്പർട്ടി നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് അടുത്ത സ്ലൈഡിൽ വരും. ഓക്കെ, സോ അസിഡ് പ്രോപ്പർട്ടി atomicity എന്ന് പറഞ്ഞാൽ the entire transaction take place at once or doesn't happen at all. സോ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ തീരെ നടക്കരുത്. ഇതിനെയാണ് അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ പ്ലേസ് അറ്റ് വൺസ് ഓർ ഡസൻറ്റ് ഹാപ്പൻ അറ്റ് ഓൾ എന്നാണ് പറയുന്നത്. നടക്കുകയാണെങ്കിൽ മുഴുവൻ നടക്കുക, അല്ലെങ്കിൽ തീരെ നടക്കാതിരിക്കുക. പകുതി ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു കേസ് ഇവിടെ ഉണ്ടാകരുത്. അതാണ് അറ്റോമിസിറ്റിയോട് മീൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തേലേക്ക് പോകാം. സി, കൺസിസ്റ്റൻസി. സോ ദ ഡാറ്റാബേസ് മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഡാറ്റാബേസിലെ ഡാറ്റ, അല്ലെങ്കിൽ ആ ഡാറ്റാബേസ് എന്തായിരിക്കണം, സ്ഥിരത ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആവണം. അതാണ് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, മൂന്നാമത്തത് ഐസൊലേഷൻ. ഐ ഫോർ ഐസൊലേഷൻ ആണ്. സോ നമുക്കറിയാം, ഒരു ഡാറ്റാബേസിൽ അറ്റ് എ ടൈമിൽ ഒരു ട്രാൻസാക്ഷൻ അല്ല ഉണ്ടാവുക, മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് കൺകറൻ്റ് ആയിട്ട് നടക്കുന്നുണ്ടാവും. സോ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ഒക്കേഴ്സ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് ഇൻ്റർഫിയറൻസ്. സോ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് വേറൊരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യരുത്, എഫക്റ്റ് ചെയ്യരുത്, ഇൻ്റർഫിയറൻസ് ഉണ്ടാവരുത്. സോ അതാണ് ഐ പറഞ്ഞത്. അപ്പോൾ ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ. ഒന്നിൻ്റെ ട്രാൻസാക്ഷൻ വേറെ ഒന്നിനും എന്ത് ചെയ്യരുത്, എഫക്റ്റ് ചെയ്യരുത്, ബാധിക്കരുത്. ഓക്കെ, ക്ലിയർ ആണ്. സോ നെക്സ്റ്റ് ഡി, ഡ്യൂറബിലിറ്റി.
ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയാൽ അല്ലെങ്കിൽ സക്സസ് ആയാൽ അതെന്തായിരിക്കണം, പെർമനൻ്റ്ലി സ്റ്റോർഡ് ആവണം. അതായത് the changes of a successful transaction occurs even if the system failure occurs. നമ്മളൊരു എന്റെ അക്കൗണ്ട് എക്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വൈയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കണ്ടു. അപ്പോൾ എക്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞ് വൈൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഫെയിലിയർ ആയി വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും ഈ ട്രാൻസാക്ഷൻ സക്സസ് ആണെങ്കിൽ ആ അപ്ഡേഷൻസ്, ആ നടന്ന അപ്ഡേഷൻസ് എന്തായിരിക്കണം, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ആയിരിക്കും. അതാണ് ഡ്യൂറബിലിറ്റി പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ആറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോന്ന് ഇപ്പം പഠിച്ച 4 പ്രോപ്പർട്ടീസും അസീഡ് പ്രോപ്പർട്ടീസും 4 ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. സോ ആദ്യം അറ്റോമിസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ ഓപ്പറേഷൻസ് ഓഫ് ദ transaction take place at once or if not the transaction is aborted. അതായത് ട്രാൻസാക്ഷൻ ഒന്നെങ്കിൽ മുഴുവനായിട്ട് നടക്കുക, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ തീരെ നടക്കാത്ത രീതിയിലാവണം. ഒരിക്കലും ഒരു ഹാഫ് ഡൺ എന്നുള്ള കേസ് ഉണ്ടാകരുത്, പകുതി വെച്ചിട്ട് നിന്ന് പോകുന്ന കേസ് ട്രാൻസാക്ഷൻ ഉണ്ടാകരുത്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. ഗൂഗിൾ പേയിൽ നമ്മൾ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ചോദിക്കുക. അപ്പം ആരെങ്കിലും ഇപ്പം എ ബിയിലേക്ക് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് വിചാരിക്കുക സപ്പോസ്. അപ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് പോയി, അത് ബിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയാലേ എന്താവുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അക്കൗണ്ടിൽ പോവുകയും ചെയ്തു, ബിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ നമ്മൾ സക്സസ് എന്ന് പറയാം. ഇല്ലാതെ നടക്കാൻ പറ്റുമോ അങ്ങനെ? ഇല്ല അല്ലേ. കാരണം അത് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അത് നമ്മൾ സീറോയിലേക്ക് കൊണ്ടുവരാം, 3 വേ നടക്കാത്ത രീതിയിലേക്ക് കൊണ്ടുവരാം. സാധാരണ ഗൂഗിൾ പേയിൽ എങ്ങനെയാണല്ലേ, ഇപ്പം ഞാനൊരാൾക്ക് പൈസ അയച്ചു വിചാരിക്കാം, ആ പൈസ അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയാലും ഓക്കെ, സക്സസ്, നോ പ്രോബ്ലം. അതല്ല, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി അവിടെ ക്രെഡിറ്റ് ആവുകയും ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ സാധാരണ എന്താ ഉണ്ടാവുക, ഒരു 2-3 ദിവസം കൊണ്ട് തിരിച്ചതെന്ത് ചെയ്യും, എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കയറും. അതാണ് ആ ട്രാൻസാക്ഷനെ അബോർട്ട് ചെയ്യുക എന്ന് പറയുക, ക്യാൻസൽ ചെയ്യുക എന്ന് പറയും, അല്ലെങ്കിൽ റോൾ ബാക്ക് എന്നും പറയാറുണ്ട്. അതായത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി പകുതി വരെ എത്തിയിട്ടുണ്ട്, അത് റോൾ ബാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കയറുക. ഓക്കെ, സോ ഇതാണ് ആറ്റോമിസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആവുക, അല്ലെങ്കിൽ തീരെ നടക്കാതിരിക്കുക. പകുതി നടന്ന് അവിടെ നിൽക്കുന്ന കേസ് ഒരിക്കലും ഉണ്ടാകരുത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദർ ഈസ് നോ മിഡ് വേ, ദാറ്റ് ഈസ് the transaction cannot occur partially, either completely or doesn't happen at all. അതാണ് states. Each transaction is treated as a one unit and either run to completion or is not executed at all. Complete ചെയ്യുക അല്ലെങ്കിൽ not execute at all. ഈ 2 സ്റ്റേറ്റിലേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡ് വേ അല്ലെങ്കിൽ പാർഷ്യൽ സ്റ്റേറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. So atomicity involves the following 2 operations. Atomicity കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്പറേഷൻസ് ഉണ്ട്, 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അബോർട്ട് എന്ന് പറയും, രണ്ടാമത്തത് കമ്മിറ്റ് എന്ന് പറയും. അബോർട്ട് എന്ന് പറഞ്ഞാൽ, അതായത് നേരത്തെ പറഞ്ഞു, ഞാൻ ഗൂഗിൾ പേയിൽ പൈസ അയച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി അവിടെ എത്തുകയും ചെയ്തിട്ടില്ല, അപ്പോൾ അതൊരു എററാണ് അല്ലേ. ആ എറർ നമ്മൾ എന്ത് ചെയ്യും, അബോർട്ട് ചെയ്യും. അങ്ങനെ എറർ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ട്രാൻസാക്ഷനെ അബോർട്ട് ചെയ്യാന്ന് പറയും. അബോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ തീരെ നടക്കാത്ത രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, സോ ഇഫ് എ ട്രാൻസാക്ഷൻ അബോർട്ട്, ദെൻ ഓൾ ചേഞ്ചസ് മെയ്ഡ് ആർ നോട്ട് വിസിബിൾ. എൻ്റെ അക്കൗണ്ടിൽ പോയത് എന്ത് ചെയ്യും, തിരിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കയറും. അത് വിസിബിൾ ആയിരിക്കും. കുറച്ച് ഇപ്പം ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിലേക്കൊക്കെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ആയാലും അവസാനം എന്ത് ചെയ്യും, തിരിച്ച് കയറും, റോൾ ബാക്ക് ചെയ്ത് കയറും. അപ്പം ട്രാൻസാക്ഷൻ തീരെ നടക്കാത്ത സ്റ്റേറ്റിലേക്ക് തന്നെ എന്ത് ചെയ്യും, തിരിച്ചു വരും. അതാണ് അബോർട്ട്. ഫെയിലിയർ ആയാലും അബോർട്ട് ചെയ്യും. ഇഫ് ട്രാൻസാക്ഷൻ സക്സസ് ആയാലും നമ്മൾ എന്ത് ചെയ്യും, കമ്മിറ്റ് എന്ന് പറയും. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ചേഞ്ചും നമ്മൾ എന്ത് ചെയ്യും, വിസിബിൾ ആക്കും. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഞാൻ ഒരാൾക്ക് പൈസ അയക്കുമെന്ന് പറഞ്ഞു ഗൂഗിൾ പേയിൽ, അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആണ്. അപ്പോൾ നടന്ന ട്രാൻസാക്ഷൻ എൻ്റെ അക്കൗണ്ടിലും അയാളുടെ അക്കൗണ്ടിൽ നടന്ന അപ്ഡേഷൻ എന്തായിരിക്കും, വിസിബിൾ ആയിരിക്കും. ഓക്കെ, അതിനെ കമ്മിറ്റ് എന്ന് പറയും. അപ്പം അബോർട്ടും കമ്മിറ്റും വേണ്ടിയിട്ടാണ്. അബോർട്ട് എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ആയാൽ അത്രയും നേരം നടന്ന ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യും. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയാൽ അതിനെന്ത് ചെയ്യും, പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. അപ്പം 2 ടേം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓർമ്മയിൽ എന്താണ് അബോർട്ടും കമ്മിറ്റും. ഓക്കെ, അപ്പം ഒരു ആറ്റോമിസിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ആറ്റോമിസിറ്റി എപ്പോഴാണ് ആറ്റോമിസിറ്റി ആവുക അല്ലെങ്കിൽ എപ്പോഴാണ് അത് പാർഷ്യലി ആവുക എന്നുള്ളത് പറയുകയാണ്.
സോ ലെറ്റ് അസ്യൂം ദാറ്റ് ഫോളോയിങ് ട്രാൻസാക്ഷൻ ഒരു ടി എന്നുള്ള ട്രാൻസാക്ഷൻ ഉണ്ട്. അതിന് രണ്ട് സബ് പാർട്ട് ഉണ്ട്, T1ഉം T2ഉം. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ബിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഈ T1 എന്നുള്ള ട്രാൻസാക്ഷൻ മീൻ ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ മൈനസ് ചെയ്യുകയാണ്. അപ്പം അതിന് മുമ്പ് ഇനീഷ്യലി എൻ്റെ അക്കൗണ്ടിൽ 600 രൂപയും ബിൻ്റെ അക്കൗണ്ടിൽ 300 റുപ്പീസും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 100 രൂപ എന്ന് ബിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം T1 എന്നുള്ള ട്രാൻസാക്ഷൻ ടി എന്നുള്ള ട്രാൻസാക്ഷൻ്റെ സബ് പാർട്ടാണ് T1. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീഡ് ചെയ്തു, എൻ്റെ അക്കൗണ്ട് എത്ര ഉണ്ട് എന്നൊക്കെ നോക്കി. ഇത് നമ്മൾ എന്ത് ചെയ്തു, 100 മൈനസ് ചെയ്തു. എന്നിട്ട് ആ മൈനസ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. T2 എന്നുള്ള ട്രാൻസാക്ഷൻ ബിൻ്റെ അക്കൗണ്ട് റീഡ് ചെയ്തു. ഇവിടെ ബി ഈക്വൽ ടു ബി പ്ലസ് 100 ആണ്. ഓക്കെ, സോറി. സോ ബി ഈക്വൽ ടു ബി പ്ലസ് 100 ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് അത് പെർമനൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഇതാണ് ശരിക്കും നടക്കുന്ന ട്രാൻസാക്ഷൻ. ഇത് മുഴുവൻ ഈ ടി സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ T1ഉം T2ഉം കംപ്ലീറ്റ് ആയിട്ട് നടന്നാലും എന്താവുള്ളൂ, സക്സസ് ആവുള്ളൂ. അതേസമയം അല്ലെങ്കിൽ സക്സസ് ആയി കഴിഞ്ഞാൽ ശരിക്കും എന്താവും, ഈ എൻ്റെ അക്കൗണ്ട് 100 രൂപയിൽ 600-ന് 100 രൂപ 500-ഉം അല്ലേ, ബിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 100 വന്നാൽ 300-ന് 300 പ്ലസ് 100 400. എ കൺസിസ്റ്റ് 500-ഉം ബി കൺസിസ്റ്റ് 400-ഉം. ഇതാണ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ്റെ കേസിൽ ഉണ്ടാവേണ്ടത്. ഇനി അതേസമയം ഈ ടി ഫെയിൽസ്, ഈ മൊത്തം ഈ കംപ്ലീറ്റ് ട്രാൻസാക്ഷന് ഫെയിലായി. എപ്പോഴാണ് ഫെയിൽ ആയത്, T1 മുഴുവൻ നടന്നു കഴിഞ്ഞു. അതായത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയും ചെയ്തു, ബിൻ്റെ അക്കൗണ്ടിൽ T2 ബിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്, അത് നടക്കുകയും ചെയ്തില്ല. ഈ കേസിൽ ഇത് ട്രാൻസാക്ഷൻ ഫെയിലായി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇവിടെ ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട്, 600 പ്ലസ് 900 300 ഉണ്ട് അല്ലേ. ശരിക്കും എൻ്റെ അക്കൗണ്ടിൽ 100 പോയാൽ ഇവിടെ 400-ഉം ഇവിടെ 500-ഉം, അപ്പോഴും 500 പ്ലസ് 400 900 ഉണ്ടാവും. പക്ഷേ T1 നടന്നു, T2 നടന്നില്ല. അങ്ങനെയാണെങ്കിൽ T1-ൻ്റെ അക്കൗണ്ടിൽ നിന്ന് 600-ന് 100 പോയി 500 ആയി. T2 എന്ത് വന്നിട്ടില്ല, 300 പ്ലസ് 100 ആയിട്ടില്ല, അത് ഫെയിലിയർ ആണ്. സോ അവിടെ 300 തന്നെയാണ്. സോ ടോട്ടൽ എമൗണ്ട് എത്ര ഉണ്ടാവുള്ളൂ, 500 പ്ലസ് 300. കാരണം എൻ്റെ നിന്ന് 100 കുറഞ്ഞു, ബിയിലെത്തിയിട്ടില്ല. അപ്പം 800 ആവുള്ളൂ. അപ്പോൾ ട്രാൻസാക്ഷൻ്റെ മുന്നേ അത് 900 ആയിരുന്നു ടോട്ടൽ, രണ്ടാളുടെയും കൂടെ പൈസ കൂട്ടിയാൽ ഉണ്ടാവുക. പക്ഷേ ട്രാൻസാക്ഷൻ ശേഷം അത് 800 ആവും ഫെയിലിയർ ആണെങ്കിൽ അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് അറ്റോമിസിറ്റി നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അതെന്താവും, ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. സോ ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അബോർട്ട് ചെയ്യണം. ഇത് നടക്കാൻ പാടില്ല ഒരിക്കലും. ഓക്കെ, സോ എന്താണ് അറ്റോമിസിറ്റി മനസ്സിലായി. ഇപ്പം T1 നടന്നു, T2 നടന്നിട്ടില്ലെങ്കിൽ അത് പാർഷ്യലാണ്, അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ നമ്മൾ T2 സ്റ്റെക്കായി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, T1-നെയും കൂടെ അബോർട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് T എന്നുള്ള ട്രാൻസാക്ഷൻ തീരെ നടക്കാത്തതുകൊണ്ടാക്കും. അല്ലെങ്കിൽ T1-ഉം T2-ഉം സക്സസ് ആയാലും അത് നമ്മൾ കമ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അബോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെയാണ്. ഇപ്പോൾ അറ്റോമിസിറ്റി ഫുള്ളി ഡൺ ഓർ നോട്ട് ഡൺ അറ്റ് ഓൾ, നോ പാർഷ്യൽ ഡൺ അല്ലേ, ഹാഫ് ഡൺ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അറ്റോമിസിറ്റി. അപ്പോൾ അതിൽ രണ്ട് ടേംസ് ഓർത്ത് വെക്കുക, അബോർട്ടും കമ്മിറ്റും. ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കൺസിസ്റ്റൻസി അല്ലേ, സ്ഥിരത ഉണ്ടാവുക. ഡാറ്റാബേസ് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ തോന്നിയ പോലെ ആകരുത്. അതിനൊരു ലോജിക്കലി നമുക്കത് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു ലോജിക്കലി ആയിരിക്കണം ആ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദ integrity constraints are maintained so that the database is consistent before and after the transaction. ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുന്നേയും അത് നടന്നതിന് ശേഷവും മൊത്തം ഡാറ്റാബേസ് എന്തായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കും, സ്ഥിരത ഉണ്ടാവണം. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ഓക്കെ, the execution of a transaction will leave a database in either its prior stable state or a new stable state. ഓക്കെ, അതായത് ട്രാൻസാക്ഷൻ ഒന്നെങ്കിൽ എന്തിലായിരിക്കണം, ഇത് ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ മുന്നേ ഉള്ള സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കണം, അല്ലെങ്കിൽ സക്സസ് ആയതിനു ശേഷമുള്ള സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കണം. എങ്ങനെയായാലും ഒരു ഡാറ്റാബേസ് ട്രാൻസാക്ഷന് ശേഷം എന്തായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. എന്നാലാണ് അതിന് കൺസിസ്റ്റൻസി ഉണ്ടെന്ന് പറയാനുള്ളത്. ഓക്കെ, the consistency property of a database states that every transaction sees a consistent database instance. The transaction is used to transaction
the transaction is used to transform the database from one consistent state to another consistent state. Already നമ്മൾ പറഞ്ഞു സ്ഥിരതയുള്ള സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്ഥിരതയുള്ള സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോവുക. ഒരു എക്സാമ്പിൾ കൺസിസ്റ്റൻ്റ് എക്സാമ്പിൾ പറയുകയാണ്. നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ ടി എന്നുള്ള എക്സാമ്പിൾ പറഞ്ഞു. എയിൽ നിന്ന് ബിയിലേക്ക് പൈസ അയക്കുന്ന എക്സാമ്പിൾ അല്ലേ, എൻ്റെ കയ്യിൽ 600 ബിയുടെ കയ്യിൽ 300 ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ടോട്ടൽ 900 ഉണ്ടാവണം അല്ലേ. അത് ട്രാൻസാക്ഷൻ്റെ മുമ്പുള്ള സ്റ്റേറ്റ് ആണ്, സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ കഴിഞ്ഞാലുള്ള സ്റ്റേറ്റ് എന്താണ്? സക്സസ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ 500 ആവും അല്ലേ, 600 പോയി 500 ആവും. ബിൻ്റെ 300 + 100 കൂടി 400 ആവും. സോ 500 + 400 എന്താവും? 900 ആവും. അപ്പം ബിഫോറും ആഫ്റ്ററും അല്ലേ, ട്രാൻസാക്ഷൻ്റെ മുന്നേയും ശേഷവും എന്താണ്? ടോട്ടൽ എമൗണ്ട് എൻ്റെയും ബിൻ്റെയും കയ്യിൽ എന്തായിരിക്കണം? 900 തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാവുള്ളൂ കൺസിസ്റ്റൻ്റ് എന്ന് പറയുള്ളൂ. ഓക്കെ. ഇൻ കേസ് T1 നടന്നു, T2 നടന്നില്ല, തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് 100 പോയി, ബിൻ്റെ കയ്യിൽ എന്തില്ല, ക്രെഡിറ്റ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്തായില്ല, ടോട്ടൽ ഇവിടെ സം ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് 100 പോയി 500 കിട്ടും. പക്ഷേ ബിൻ്റെ അതെന്തായില്ല, 300 കൂടെ ആഡ് ചെയ്തിട്ടില്ല, അവിടെ 300 ആവും. ഈ T2 ഫെയിൽ ആയാൽ ഓക്കെ. അപ്പം 500 + 300 800 കിട്ടുള്ളൂ. ബിഫോർ ട്രാൻസാക്ഷൻ 900 ആഫ്റ്റർ ട്രാൻസാക്ഷൻ 800 അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും. സോ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അതെന്തായിരിക്കണം? കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ. ഓക്കെ. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഐസൊലേഷൻ അല്ലേ. നമുക്കറിയാം ഐസൊലേഷൻ ഇപ്പം COVID-19 കാലത്ത് ഫെമിലിയർ ആണ്, എല്ലാവർക്കും പരിചയമുണ്ടല്ലേ എന്താ ഐസൊലേഷൻ എന്ന ഒരാളെ ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് ഒരു ഡാറ്റാബേസിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് അറ്റ് എ ടൈമിൽ കൺകറൻ്റ് ആയിട്ട്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് വേറൊരു ട്രാൻസാക്ഷനും തീരരുത്, എഫക്റ്റ് ചെയ്യരുത്. ഇപ്പം എയും ബിയും അതേപോലെ സിയും ഡിയും 4 പേരുണ്ട് വിചാരിക്കുക. എ ബിക്കൊരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, സെയിം ബാങ്ക് സെയിം അക്കൗണ്ട്സ്. ഓക്കെ. സെയിം ബാങ്ക് സെയിം ബ്രാഞ്ചിൻ്റെ ഒരു എന്ന് ബി അയാളുടെ ഡാറ്റാബേസിൽ നിന്ന് എ ബിയിലേക്ക് ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സെയിം സമയത്ത് സി ഡിക്കും ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഈ 2 ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുക, ഐസൊലേറ്റഡ് ആണ്. ഒരു ട്രാൻസാക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റതിന് ഇൻ്റർഫിയറൻസ് ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതിൻ്റെ ട്രാൻസാക്ഷൻ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കരുത്. ഇതിനെയാണ് നമ്മൾ ഐസൊലേഷൻ എന്ന് പറയാം. This property ensures that multiple transactions can occur concurrently without leading to the inconsistency of database state. അപ്പോൾ കൺകറൻ്റ് ആയി നടക്കുമ്പം അതെന്തായിരിക്കണം, കൺസിസ്റ്റൻസിനെ ബാധിക്കാത്ത രീതിയിൽ ഈ എല്ലാ ട്രാൻസാക്ഷനും ഐസൊലേറ്റഡ് ആയിട്ട് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ട്രാൻസാക്ഷൻ occur independently without interference. So changes occurring in a particular transaction will not be visible to any other transaction until that particular change in that transaction is written to memory or has been committed. ഒരു ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു വേരിയബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേറെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് നടക്കുന്ന ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, രണ്ടാമത്തെ ട്രാൻസാക്ഷന് അതിലെന്തെങ്കിലും ഒരു വേരിയബിളോ കണ്ടന്റോ കൊടുക്കുകയുള്ളൂ. അപ്പം T1 എന്നുള്ളൊരു ട്രാൻസാക്ഷൻ, T2 എന്നുള്ളൊരു ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ T1 X എന്നുള്ളൊരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു സിസ്റ്റം ഓഫ് പ്രോസസ്സ് ഉണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും X = സം വാല്യൂസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് വിചാരിക്കുക. ആ ട്രാൻസാക്ഷൻ നടക്കുന്ന അതേ സമയത്ത് T2 എന്നുള്ള ട്രാൻസാക്ഷനും X എന്നുള്ള സെയിം വേരിയബിൾ ആവശ്യമുണ്ട്. അപ്പോൾ ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അയാൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ആ പെർട്ടിക്കുലർ വേരിയബിളിനെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുള്ളൂ, കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഡാറ്റയിൽ എറർ സംഭവിക്കും. ഓക്കെ. So this property ensures that execution of a transaction concurrently will result in a state that is equivalent to a state achieved. These will execute serially in some order. അപ്പം കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ റിസൾട്ട് വരുന്നത് ഫൈനലി ഇത് സീരിയൽ ഒന്ന് കഴിഞ്ഞ് മറ്റത് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ റിസൾട്ട് വരിക അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടും. അപ്പം കൺകറൻ്റ് നടന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാവില്ല, ഡാറ്റ ഇൻ്റർഫറൻസ് ഉണ്ടാവില്ല. ഓക്കെ. In isolation, if the transaction T1 is being executed and using the data item X, then that data item cannot be accessed by any other transaction T2 until T1 ends. നേരത്തെ പറഞ്ഞു
T1-ന് എക്സ് ആവശ്യമുണ്ട്, സെയിം സമയത്ത് T2-ന് എക്സ് ആവശ്യമുണ്ട്. പക്ഷേ T1-ൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ T2 നമ്മൾ എന്ത് കൊടുക്കുള്ളൂ, ഈ എക്സ് എന്നുള്ളതിലേക്ക് ആക്സസ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഡാറ്റ എറർ ഉണ്ടാവും. ഈ പ്രോപ്പർട്ടിനാണ് എന്ത് പറയുക, ഐസൊലേഷൻ എന്ന് പറയും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡ്യൂറബിലിറ്റി. This property ensures that once the transaction has completed execution, the updated and modification to the database are stored in and returned to disk, and they persist even if the system failure occurs. എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാലും സക്സസ്ഫുൾ ആയ ട്രാൻസാക്ഷൻ എന്തായിരിക്കണം, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർഡ് ആയിരിക്കും. ആ അപ്ഡേഷൻ വിസിബിൾ ടു ഓൾ ആയിരിക്കും. ഓക്കെ. ഇവിടെ പറയാം, ഒരു ട്രാൻസാക്ഷൻ ഇപ്പം നേരത്തെ പറഞ്ഞ എ ബിക്ക് ക്യാഷ് അയക്കുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ എയുടെ ഇതിൽ നിന്ന് മൈനസ് ചെയ്തു, ബിയിൽ അപ്ഡേറ്റ് ആയി. അങ്ങനെയാണെങ്കിലും അങ്ങനെ അപ്പോൾ ഫുൾ ട്രാൻസാക്ഷൻ സക്സസ് ആയി, എന്ന് കുറഞ്ഞു ബിയിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിസ്റ്റം ഫെയിലിയർ ആവുകയാണെങ്കിലും ഈ ട്രാൻസാക്ഷൻ എന്താണ്, അത് കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. സോ ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യും, പെർമനൻ്റ് ആയിട്ട് അത് വിസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡ്യൂറബിൾ ആയിരിക്കും എന്ന് പറയും. ഓക്കെ. ഈവൻ സിസ്റ്റം ഫെയിലിയർ occurs. These updates now become permanent and are stored in non-volatile memory. ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, പെർമനൻ്റ് ആയിട്ട് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. സോ ദ എഫക്റ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻ ദസ് ആർ നെവർ ലോസ്റ്റ്. ഒരു സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ്റെ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും ലോസ് ചെയ്യില്ല. അപ്പം ഇത്രത്തെയാണ് ഇപ്പം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം മെയിനായിട്ട് ഫിഫ്ത്തിലുള്ള ചെറിയ ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. അപ്പം ട്രാൻസാക്ഷൻ, വാട്ട് ഈസ് ട്രാൻസാക്ഷൻ ആൻഡ് ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ്, ഇതാണ് ഇപ്പം ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ്. അതൊരു സിംഗിൾ ടാസ്ക് അല്ല, ഒരുപാട് ടാസ്ക് കൂടിയിട്ടാണ് ഒരു ലോജിക്കൽ ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ ഒരു സ്ഥിരത ഉണ്ടാവും, ഡാറ്റാബേസിൽ ഡാറ്റയ്ക്കെല്ലാം ഒരു സ്ഥിരത, പെർമനൻസി ഉണ്ടാവണം. ആ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് പറയുന്നത്, അസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. സോ അസിഡ് പ്രോപ്പർട്ടീസിൽ എ അറ്റോമിസിറ്റി ആണ്, സി കൺസിസ്റ്റൻസി ആണ്, ഐ ഐസൊലേഷൻ ആണ്, ഡി ഡ്യൂറബിലിറ്റി ആണ്. എ സ്റ്റാൻഡ് ഫോർ അറ്റോമിസിറ്റി, സി കൺസിസ്റ്റൻസി, ഐ ഐസൊലേഷൻ ആൻഡ് ഡി ഡ്യൂറബിലിറ്റി. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മുഴുവൻ നടക്കുക, അല്ലെങ്കിൽ തീരെ നടക്കാതിരിക്കുക. ഒരു പാർഷ്യലി നടന്ന രീതിയിൽ ഒരിക്കലും ഇത് സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ അതിൽ രണ്ട് ടേം ഓർമ്മയുണ്ടാവണം, കമ്മിറ്റും അബോർട്ടും. അബോർട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ ട്രാൻസാക്ഷൻ ഫെയിലിയർ ആയാൽ, പകുതി വെച്ച് ഫെയിലിയർ ആയാൽ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് അബോർട്ട്. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ സക്സസ് ആയാൽ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ ആ ഡാറ്റാബേസ് എന്തായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, സ്ഥിരത ഉണ്ടാവണം. അതാണ് പറയുന്നത്. ഐസൊലേഷൻ മീൻ ചെയ്യുന്നത് കൺകറൻ്റ് ആയിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻ നമ്മൾ ഡാറ്റാബേസ് നടക്കും. അപ്പോൾ അത് എന്തായിരിക്കണം, ഒന്ന് വേറെ ഒന്നിനെ എഫക്റ്റ് ചെയ്യരുത്. ഒരു ട്രാൻസാക്ഷൻ വേറെ ഒന്നിനെ എഫക്റ്റ് ചെയ്ത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയാൽ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാൽ അത് എന്തായിരിക്കും, പെർമനൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. അതാണ് ഡ്യൂറബിലിറ്റി. അപ്പം ഇത്രയാണ് അസിഡ് പ്രോപ്പർട്ടിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നല്ലപോലെ പഠിക്കാം. എക്സാമിന് 1 വേർഡ് ചോദിക്കും, 2 മാർക്ക് ഉണ്ട്, ഷോർട്ട് എസ്സേ ഉണ്ട്, എസ്സേ ഉണ്ട്. കഴിഞ്ഞ തൊട്ട് മുന്നത്തെ പ്രീവിയസ് ബാച്ച് എനിക്ക് ഒരു നിയർലി 15-16 മാർക്കിൻ്റെ അടുത്ത്, 20 മാർക്കിൻ്റെ അടുത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കഷനിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.